ആചാര്യ ടി വി ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും എൻ്റെ സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്ന വിഷയം നമുക്ക് വേണ്ടപ്പെട്ടവരുടെ വേർപാട് ഉണ്ടാക്കുന്ന ദശാകാലങ്ങൾ ഏതാണ്? നമുക്ക് വേണ്ടപ്പെട്ടവരുടെ വേർപാടുണ്ടാക്കുന്ന ദശാകാലങ്ങൾ ഏതാണ്? നമ്മുടെ ചില ദശാകാലങ്ങളിലും അപകാരങ്ങളിലും നമുക്ക് അനുഭവങ്ങൾ ഉണ്ടാകും. നമുക്ക് ദുരിതാനുഭവങ്ങൾ ഉണ്ടാകും. നമ്മുടെ ചില ദശാകാലങ്ങളിലും അപകാരകാലങ്ങളിലും നമുക്ക് ദുരിതാനുഭവങ്ങൾ ഉണ്ടാകും. ആ സമയത്ത് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ മരണം ഉണ്ടായെന്നും വരാം, അല്ലെങ്കിൽ വേർപാട് തന്നെയാണല്ലോ മരണം എന്ന് പറയും. മരണം ഉണ്ടായെന്ന് വരാം. പ്രധാനമായും എപ്പോഴാണ് അതുണ്ടാകുന്നത്? ശനിദശാകാലത്തും ഏഴര ശനിക്കാലത്ത്, കണ്ടകശനിക്കാലത്ത്, ഈ കാലത്തൊക്കെ നമുക്ക് വേദനാജനകമായ അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വേണ്ടപ്പെട്ടവരുടെ ചില വേർപാടുണ്ടാകുന്ന സമയമാണ് ഞാനീ പറഞ്ഞത്. പ്രധാനമായും ശനിദശാകാലത്ത് ഉറപ്പാണ് നമ്മുടെ വേണ്ടപ്പെട്ട ആരുടെയെങ്കിലും മരണം നമുക്കുണ്ടാവും ശനിദശാകാലത്ത്. അതേപോലെ തന്നെ രാഹുർദശാകാലത്ത് പ്രത്യേകം ഒരു ഇതാണ്. ശനി ദശ പോലെ തന്നെയാണ് രാഹുർദശയും. രാഹുർദശ ശനിയും രാഹുവും ഒരേപോലെയാണ്. അതായത് ജ്യോതിഷത്തിൽ പറയുന്നത് ഇതാണ്: ശനിവത് രാഹു കുജവത് കേതു എന്നാണ്. ശനിയും രാഹുവും ഒന്നാണ്, കുജനും കേതുവും ഒന്നാണ്. അത് രണ്ടും ഫലപ്രാപ്തിയിൽ ഒരേപോലെ കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. അപ്പോൾ രാഹുകാലത്തിൻ്റെ അവസാനത്ത് ആ ജാതകൻ പുല കുളിക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. അങ്ങനെ പറയുന്നുണ്ട്. ഇവിടെ ജ്യോത്സ്യന്മാരായ പഴയ കാരണവന്മാർ പറഞ്ഞു തന്നിട്ടുള്ള രാഹുകാലത്തിൻ്റെ അവസാനത്ത് മാതാപിതാക്കൾ വേർപെട്ട് ആ ജാതകൻ പുല കുളിക്കേണ്ടതായിട്ട് വരും. അപ്പം ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ച ഇതാണ്: ഈ സമയത്താണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ മരണം ഉണ്ടാകുന്നത്. അതായത് ശനിക്കാലത്തും ശനിദശാകാലത്തും കണ്ടകശനിക്കാലത്തൊക്കെ ഇതൊക്കെ വന്ന് സംഭവിക്കും. മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, മറ്റു പലരും ഈ കാലത്ത് നമുക്ക് നഷ്ടപ്പെടാനിടയുണ്ട്. ഏത് ഞാൻ നേരത്തെ പറഞ്ഞ സമയത്ത് ഏഴര ശനി ദോഷങ്ങൾ കൂടുതൽ തരും. അതിൽ കൂടി നമ്മുടെ വേണ്ടപ്പെട്ടവർ നമ്മളിൽ നിന്ന് അകലുകയും ചെയ്യും. ഏഴര ശനി മാത്രമല്ല, എല്ലാ ശനികളും ഒരേപോലെയാണ്. ഇപ്പം ചോദിക്കുക ഏഴര ശനി മാത്രമാണെന്ന് ചോദിക്കും. ഏഴര ശനി മാത്രമല്ല, എല്ലാ ശനിയും ഒരുപോലെയാണ്. അതായത് ജാതകത്തിലെ ശനിയാണെങ്കിലും ജാതകത്തിലെ ശനി 19 കൊല്ലം, ഗോചരവശാൽ വരുന്ന ഏഴര ശനി 7.5 കൊല്ലം, ഗോചരവശാൽ തന്നെ വരുന്ന കണ്ടകശനി 2.5 കൊല്ലം, ജന്മശനി 2.5 കൊല്ലം, അഷ്ടമശനി 2.5 കൊല്ലം. അപ്പം ഈ സമയത്തൊക്കെ നമുക്ക് ദുരാനുഭവങ്ങൾ ഉണ്ടാകും. നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ വേർപാടും ഈ സമയത്തുണ്ടാകും. ഭാര്യാമരണം വരെ ഒരുവൻ്റെ ശനിദശാകാലത്ത് ഉണ്ടായെന്ന് വരാം. ഒരുവൻ്റെ ശനിദശാകാലത്ത് അവൻ്റെ ഭാര്യയുടെ മരണം വരെയും ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ വേർപാടുണ്ടാക്കുന്ന സമയമാണ് ഞാനിപ്പോൾ ഇവിടെ സൂചിപ്പിച്ചത്. ഈ വിഷയം ഞാനിവിടെ ജ്യോതിഷപ്രകാരമായിട്ടുള്ള ഈ വിഷയം ഞാനിവിടെ പറഞ്ഞുകൊണ്ട് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.